NSS SNDP ഐക്യം പിരിച്ചതിൽ നിർണായക വെളിപ്പെടുത്തലുമായി സുകുമാരൻ നായരുടെ അഭിമുഖം. BJP സർക്കാരിൽ നിന്നും വെള്ളാപ്പള്ളി പത്മ അവാർഡ് വാങ്ങിയത് സംശയകരമാണ്. NSSുമായി ഐക്യം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അവാർഡ് വന്നത് ശുദ്ധമല്ലെന്ന് തോന്നിയെന്നും ഇതോടൊപ്പം NDA പ്രമുഖനെ ചർച്ചയ്ക്ക് നിയോഗിച്ചതും തരികിടയാണെന്നും മാതൃഭൂമി ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ സുകുമാരൻ നായർ പ്രതികരിച്ചു. G. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ ഒരു ഐക്യം വേണ്ട എന്ന് വെച്ചതിന് പിന്നാലെ തന്നെ ഈ ചോദ്യം അന്ന് തന്നെ ആവർത്തിച്ചിരുന്നു മാധ്യമപ്രവർത്തകർ. എന്തുകൊണ്ട് പത്മ അവാർഡാണോ അതിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അഭിനന്ദനമാണ് നൽകിയത് സുകുമാരൻ നായർ. ഇപ്പോൾ തുറന്നു പറച്ചിലുകളിലേക്ക് എത്തിയിരിക്കുന്നു. അശ്വതി, ഈ അഭിമുഖത്തിലും പത്മ അവാർഡ് കിട്ടിയത് നല്ല കാര്യം, അതിൽ പ്രശ്നവും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ പിന്നിലെ സംശയങ്ങൾ എന്ത് എന്നത് വെളിപ്പെടുത്തുകയാണ് G. സുകുമാരൻ നായർ ഈ അഭിമുഖത്തിൽ ചെയ്യുന്നത്. അന്ന് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങളോട് ചില സംശയങ്ങളുണ്ട്, ചില നീക്കങ്ങളിൽ സംശയങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എന്താണ് ആ സംശയം? അത് കേവലം അന്ന് NDAയുടെ പ്രമുഖനെ ചർച്ചയ്ക്ക് വിട്ടത് മാത്രമായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇപ്പോൾ അതിനുമപ്പുറത്തേക്ക് യഥാർത്ഥ കാരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ അഭിമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചത് പത്മ അവാർഡ് NSSുമായി ഒരു ചർച്ച നടത്തി. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ പത്മ അവാർഡ് കൂടി ലഭിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷികളുമായും വലിയ ബന്ധമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സഖ്യത്തിന് പോയത്. പക്ഷെ അപ്പോഴും ഈ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നൊരു പത്മ അവാർഡ് വരുന്നത്, പത്മ അവാർഡ് ലഭിക്കാൻ ചില നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്, അപേക്ഷകളടക്കം സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അത് ഒന്നുകിൽ സംസ്ഥാനം സമർപ്പിക്കണം, അല്ലെങ്കിൽ കേന്ദ്രം സമർപ്പിക്കണം. ഇത് സംസ്ഥാനമല്ല സമർപ്പിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിൻ്റെ അപേക്ഷയിന്മേൽ അങ്ങനൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഒരു BJP ബാന്ധവം ഇപ്പോഴും വെള്ളാപ്പള്ളി തുടരുകയാണ്. അതായത് രഹസ്യമായി ഇതിന് പിന്നിൽ അങ്ങനെ ഒരു അജണ്ടയുണ്ട് എന്ന് അവർ NSS വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അവാർഡിന് പിന്നിലുള്ള നീക്കം ഒട്ടും ശുദ്ധമല്ല എന്ന് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നത്. ഇതൊരു സംശയകരമായ നീക്കമാണ് എന്നും അദ്ദേഹം പറയുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പത്മ അവാർഡാണോ ഇതിന് പിന്നിൽ, ഈ ഒരു പ്രശ്നത്തിന് പിന്നിലെന്ന സംശയങ്ങൾ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നതാണ്. പക്ഷെ അന്നേരം അദ്ദേഹം ആ നിലയിൽ ഒരു സ്ഥിരീകരണം അത് ആ നിലയിൽ തുറന്ന് പറഞ്ഞിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഇതാണ്, ഇപ്പുറത്ത് ഒരു പരിധിവരെ BJP വിരുദ്ധ നിലപാടാണ് G. സുകുമാരൻ നായർ സ്വീകരിച്ചിരുന്നത്. ആദ്യ അഭിമുഖത്തിലടക്കം കോൺഗ്രസിനെതിരെയും വന്നു. ഫലത്തിൽ ഇതൊരു CPM അനുകൂല നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. CPMുമായി അല്പം ചേർന്ന് നിൽക്കുകയാണ് G. സുകുമാരൻ നായർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അയ്യപ്പ സംഗമം മുതൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ടിപ്പുറത്ത് മറ്റൊരു നീക്കം, അതായത് അതേ നിലപാടായിരുന്നു വെള്ളാപ്പള്ളിയും പ്രകടിപ്പിച്ചിരുന്നത്. CPMനെ ഫലത്തിൽ പുകഴ്ത്തുന്ന അല്ലെങ്കിൽ പിണറായിയെ പുകഴ്ത്തുന്ന തുടർഭരണം ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു വെള്ളാപ്പള്ളിയാണ്. പക്ഷെ അതിനിടയ്ക്ക് കേന്ദ്രത്തിൽ പോയി കൈകൊടുത്തൊരു പത്മ വാങ്ങിയത് വെള്ളാപ്പള്ളിയുടെ ഈ നീക്കങ്ങളിൽ അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഇതിന് ശേഷം ആദ്യ പ്രതികരണത്തിന് ശേഷം പിന്നൊരു പ്രതികരണം G. സുകുമാരൻ നായർ നടത്തിയിരുന്നില്ല. ഇന്നെന്തായാലും SN ട്രസ്റ്റ് യോഗം ചേർത്തലയിൽ നടക്കുന്നുണ്ട്. അതിന് പിന്നാലെ ഒരു പക്ഷേ വെള്ളാപ്പള്ളി തങ്ങളുടെ നിലപാട് അറിയിച്ചാൽ G. സുകുമാരൻ നായരും ഇതിന് കൂടുതൽ വ്യക്തത വരുത്തും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അശ്വതി, ശരി. G. ശ്രീജിത്താണ് വരുന്നത്. ശ്രീജിത്ത്, ഒന്ന് തുടരണം. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി ഫലം അറിഞ്ഞിട്ട് 5 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷെ ഭാഗ്യശാലിക്കായുള്ള കാത്തിരിപ്പ് തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്ക് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ടിക്കറ്റ് കൈമാറാൻ ഭാഗ്യശാലി എത്തുമെന്നാണല്ലോ പ്രതീക്ഷ. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ ന്യൂ ലക്കി സെൻറ്ററിൽ വിറ്റ ടിക്കറ്റിനായിരുന്നു സമ്മാനം. ഈ മുൻ അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്വകാര്യമായി എത്താനാണ് സാധ്യത, അല്ലേ ശ്രീധർ? തീർച്ചയായും അശ്വതി, ഈ കഴിഞ്ഞ 4-5 ദിവസം എങ്ങനെ ഭാഗ്യവാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് സംശയം. കാരണം ഇത് ആരോടും പറയാതെ രഹസ്യമാക്കി വെക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 5 ദിവസത്തെ അനുഭവവും. അതിന് പ്രധാന കാരണം ഇത് തന്നെയാണ്. 5 ദിവസം ബാങ്കുകൾ പ്രവർത്തിച്ചിരുന്നില്ല. ഇന്നലെ ദേശീയ പണിമുടക്കായിരുന്നു. അതിന് മുൻപുള്ള റിപ്പബ്ലിക് ദിനം വരെയുള്ള ദിവസങ്ങളിൽ അവധികളായിരുന്നു. ഒരു 2ാം ശനിയാഴ്ചയാണ് ഫലത്തിൽ ഈ ഒരു അവാർഡ് ഈ ഒരു ബമ്പർ പ്രഖ്യാപിച്ചത്, അതിൻ്റെ നറുക്കെടുപ്പ് നടന്നത്. എന്തായാലും ഇത് എവിടെയുള്ള ആളാണ്? ഇന്നലെയും നമ്മൾ ഏറ്റവും ഒടുവിലും ഈ ഏജന്റിനോട് വിവരം അന്വേഷിച്ചപ്പോൾ യാതൊരു വിവരവുമില്ല, ഒരാളും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സുധീക്ക് വ്യക്തമാക്കിയത്. പക്ഷേ
ഇന്നൊരു പക്ഷേ രംഗത്ത് വന്നേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹവും പങ്കുവെക്കുന്നുണ്ട്. ആ ഒരു ലോട്ടറി കടയെ സംബന്ധിച്ച് ഏതാണ്ട് പ്രാദേശികമായി ലോട്ടറി എടുക്കുന്ന ആളുകളാണ് അതിൽ കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവരാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലോട്ടറിയുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഏതെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ കടയിൽ കയറി വന്ന സാധനങ്ങൾ എടുക്കാനുള്ള, ഈ ഒരു ലോട്ടറി എടുക്കാനുള്ള ഭാഗ്യവാനാണല്ലോ. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഭാഗ്യം കയറി വരുന്നത് എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ഇയാൾ എവിടെ നിന്നുള്ള ആളാണ് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോട്ടറി അടിച്ച ആൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് അതിനുള്ള തുടർ നീക്കം നടത്തും. ഏതെങ്കിലും ബാങ്കുകളെ സമീപിച്ച് ലോട്ടറി കൈമാറുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ ഇന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിനും അപ്പുറത്തേക്ക് ഈ ലോട്ടറി അടിച്ചിട്ടും താനൊരു കോടീശ്വരനാണെന്ന് അറിയാതെ ഇരിക്കുന്ന ആരെങ്കിലും ആണോ ഇത് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇന്നൊരു പക്ഷേ ഇന്നത്തെ പകൽ ഈ ഒരു ഭാഗ്യവാൻ പുറം ലോകത്തെത്തും എന്ന പ്രതീക്ഷ. പുറം ലോകത്തെത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അശ്വതി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ മുൻ അനുഭവങ്ങളുണ്ട്. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഒരാളെ വെറുതെ വിടുന്ന പരിപാടി ഇല്ല. അയാളുടെ വീട്ടിൽ പോയി പണം കടം ചോദിക്കുകയും നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സമീപകാലത്തായി പല കോടീശ്വരന്മാരും ലോട്ടറി അടിക്കുന്നവരൊക്കെ ഒന്ന് പിൻവാങ്ങി രഹസ്യമായ കാര്യങ്ങൾ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന നിലയാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബാങ്കിൽ സമർപ്പിച്ചാൽ പോലും അങ്ങനെ ഒരാൾ രംഗത്ത് വന്നു എന്നതിനപ്പുറത്തേക്ക് ആരാണ് അയാൾ പ്രതികരിക്കുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഇന്നത്തെ പകൽ ഈ ബമ്പർ ലോട്ടറി, ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറിയുടെ കാര്യത്തിൽ ആ ഭാഗ്യവാനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ശരി ശ്രീത്ത്, എന്തായാലും ആ കൗതുകം നിലനിൽക്കുകയാണ്. അത് ഒരാളാണോ അതോ ഒന്നിലധികം ഭാഗ്യശാലികളുണ്ടോ? ഒരുപാട് പേർ ചേർന്ന് ടിക്കറ്റ് എടുക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതറിയാൻ ചിലപ്പോൾ ഇന്ന് പകൽ അതിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് ജി ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.